മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലുതും തിരക്കേറിയതും പ്രധാനപ്പെട്ടതും പഴക്കം ചെന്നതുമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ. തിരൂർ നഗരത്തിനോട് ചേർന്ന് തന്നെയാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ പ്രധാന മൊബൈൽ ഇലക്ട്രോണിക് വിപണിയായ ഫോറിൻ മാർക്കറ്റിനും ബസ് സ്റ്റാൻഡിനും പിറകിലായി തിരൂർ പുഴയുടെ തീരത്താണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് വളരെ പെട്ടെന്ന് തിരൂർ നഗരത്തിലും ബസ് സ്റ്റാൻഡിലും എത്തിച്ചേരാൻ കഴിയും. 1861 ആരംഭിച്ച കേരളത്തിലെ ആദ്യ റെയിൽവേ ലൈൻ ബേപ്പൂർ മുതൽ തിരൂർ വരെ ആയിരുന്നു. അതിനുശേഷമാണ് തിരൂരിന് കിഴക്കോട്ട് ഷൊർണൂർ ഭാഗത്തേക്കുള്ള റെയിൽവേ നിലവിൽ വന്നത്. ദക്ഷിണ റെയിൽവേയുടെ ഭാഗമായ പാലക്കാട് ഡിവിഷനിലെ ഒരു പ്രധാന റെയിൽവേ സ്റ്റേഷനാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ. ഷൊർണൂറിനും കോഴിക്കോടിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്റ്റേഷൻ എന്തുകൊണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷൻ തന്നെയാണ്. കേരള ചരിത്രത്തിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും എടുത്തു പറയേണ്ടി വരുന്ന ഒരു ചരിത്രം തിരൂർ റെയിൽവേ സ്റ്റേഷന് ഉണ്ട്. കേരളത്തിൻ്റെ റെയിൽവേ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ തിരൂരിൽ നിന്നായിരിക്കും. നിലവിൽ വിപുലമായി സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് സ്റ്റേഷൻ നവീകരിക്കുന്ന പ്രവൃത്തികൾ ഒരുപാട് നടന്നിട്ടുണ്ട്. സ്റ്റേഷൻ്റെ പഴയ കെട്ടിടം പുതുക്കിയതും നടപ്പാതകൾ നിർമ്മിച്ചതും യാത്രക്കാർക്കായി ലിഫ്റ്റുകൾ ഏർപ്പെടുത്തിയതും കിഴക്കും പടിഞ്ഞാറുമായി കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലം ഉപയോഗപ്പെടുത്തി പാർക്കിംഗ് സൗകര്യം വിപുലപ്പെടുത്തിയതും നിലവിൽ നഗരത്തിൻ്റെ മുഖ്യ ഭാഗമായ കിഴക്ക് ഭാഗത്ത് നിന്ന് സ്റ്റേഷനിലേക്ക് യാത്രക്കാർക്ക് കടന്നു വരാനും കിഴക്ക് ഭാഗത്ത് നിന്ന് തന്നെ ടിക്കറ്റുകൾ എടുക്കുന്നതിനും സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതും പ്ലാറ്റ്ഫോമുകളിൽ മേൽക്കൂരകൾ സ്ഥാപിച്ചതും യാത്രക്കാർക്കുള്ള വിശ്രമ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചതും പ്ലാറ്റ്ഫോമിൻ്റെ ഒരറ്റത്തായി നിന്നിരുന്ന ഫുട് ഓവർ ബ്രിഡ്ജിന് പകരമായി സ്റ്റേഷൻ്റെ മധ്യഭാഗത്തായി പുതിയ ഓവർ ബ്രിഡ്ജ് സ്ഥാപിച്ചതും സ്റ്റേഷനിൽ ഈ അടുത്ത കാലത്തായി നടന്ന വികസന പ്രവർത്തനങ്ങളിൽ ചിലത് മാത്രമാണ്. അമൃതഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതും തിരൂർ സ്റ്റേഷൻ്റെ വളർച്ചയ്ക്ക് കാരണമായി. വർഷത്തിൽ 30 കോടിയിലധികം വരുമാനം നൽകുന്ന എ ക്ലാസ് റെയിൽവേ സ്റ്റേഷൻ ആണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ. സ്റ്റേഷൻ്റെ വരുമാനവും തിരക്കും പരിഗണിക്കുമ്പോൾ സ്റ്റേഷന് ഇനിയും കൂടുതൽ പരിഗണന ലഭിക്കേണ്ടതുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കേണ്ടതുമുണ്ട്. ഇത്രയേറെ വരുമാനവും യാത്രക്കാരും ഉണ്ടായിട്ടും ഷൊർണൂറിനും കോഴിക്കോടിനും ഇടയിലുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നിട്ടും ഇപ്പോഴും ഇവിടെ സ്റ്റോപ്പില്ലാതെ ജില്ലയിലൂടെ കൂകിപ്പായുന്ന ധാരാളം ദീർഘദൂര ട്രെയിനുകൾ ഉണ്ട്. സ്റ്റേഷൻ്റെ പ്രാധാന്യവും യാത്രക്കാരുടെ ആവശ്യവും പരിഗണിച്ച് ഇത്തരം ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്ന കാര്യങ്ങൾ റെയിൽവേ പരിഗണിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ റെയിൽവേ ആദർശ് സ്റ്റേഷനായി തിരഞ്ഞെടുത്ത് മാതൃകാ സ്റ്റേഷനായി പരിഗണിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ. മലപ്പുറം ജില്ലയിലെ മറ്റ് പ്രധാന നഗരങ്ങളായ കോട്ടക്കലിനും മലപ്പുറത്തിനും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഇത്. ഇന്ത്യൻ റെയിൽവേയും നാട്ടുകാരും യാത്രക്കാരും റെയിൽവേ സ്റ്റേഷനിലെ സൗകര്യങ്ങളും വികസന പദ്ധതികളും നല്ല രീതിയിൽ പരിഗണിച്ച് പരിപാലിക്കുകയാണെങ്കിൽ സ്റ്റേഷനിലെ സൗകര്യങ്ങൾ എന്നും വൃത്തിയോടെയും ആകർഷണീയതയോടെയും നമുക്ക് നിലനിർത്താനായി സാധിക്കും.